ഹായ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ക്രിക്ക് ടോക്സ് മലയാളം. അപ്പോൾ ഇന്ന് വേൾഡ് കപ്പിലുള്ള മാച്ച് ഇന്ത്യ വേഴ്സസ് USA ആണ്. അപ്പോൾ നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്നത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സഞ്ജു സാംസണ് പ്ലേയിങ് 11-ൽ അവസരം ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ഇന്ത്യ വേഴ്സസ് USA മാച്ചിൽ ഒരുപക്ഷെ സഞ്ജു സാംസണ് ചാൻസ് കിട്ടാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. കാരണം ശിവൻ ദുബെ എന്ന പ്ലെയർ മധ്യനിരയിൽ കളിക്കുന്ന പ്ലെയറാണ്. അദ്ദേഹം തികച്ചും പരാജയമായിരുന്നു. കഴിഞ്ഞ 2 മാച്ചിലും പുള്ളി സ്ട്രഗിൾ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. ഒരുപക്ഷെ സഞ്ജുവിന് പോലുള്ള പ്ലെയർ ആ പുള്ളിയെ റീപ്ലേസ് ചെയ്യാനുള്ള ചാൻസ് എന്ന് വെച്ചാൽ സഞ്ജു ഒരു പ്രോപ്പർ ബാറ്റ്സ്മാനാണ്. അപ്പോൾ ശിവൻ ദുബെ ഒരു ഓൾറൗണ്ടർ എന്നുള്ള പേരിലാണ് ടീമിൽ നിൽക്കുക. ഓൾറെഡി നമുക്ക് 2 ഓൾറൗണ്ടേഴ്സ് ഉണ്ട്, രവീന്ദ്ര ജഡേജയും അക്ഷർ പട്ടേലും. അപ്പം പുള്ളിയുടെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ നമ്മൾ ടീം യൂസ് ചെയ്യുന്നില്ല. അപ്പം പിന്നെ പുള്ളിയെപ്പോലെ ഒരു പ്ലെയറെ ടീമിൽ ഉൾപ്പെടുത്തുന്നതിൽ യാതൊരു സാധ്യതയും കാണുന്നില്ല. കാരണം 2 ചാൻസ് പുള്ളി കൊടുത്തു. ഇപ്പോൾ ഒരു സഞ്ജുവിനെ പോലുള്ള പ്രോപ്പർ ബാറ്റ്സ്മാൻ പുറത്തിരിക്കുമ്പോൾ ശിവൻ ദുബെ ഒരു പ്ലെയർ കളിക്കുന്നത് വളരെ മോശമാണെന്നാണ് ഈ വസീം അക്രവും അതുപോലെ മഞ്ജരേക്കറും അങ്ങനെയൊക്കെയുള്ളവർ പറയുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഇന്ന് ശിവൻ ദുബെ മാറ്റി സഞ്ജു സാംസണ് ചാൻസ് കൊടുക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്ലെയർ രവീന്ദ്ര ജഡേജ തികച്ചും പരാജയമായിരുന്നു ബോളിങ്ങിലും ബാറ്റിങ്ങിലും. ഇന്നും ഒരുപക്ഷെ കുൽദീപ് യാദവിന് ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. അതുപക്ഷെ ടോപ്പ് ഓർഡറിൽ ഓപ്പണറായി കളിക്കുന്ന വിരാട് കോഹ്ലി, പിന്നെ രോഹിത് ശർമ്മ. വിരാട് കോഹ്ലി 2 മാച്ചിലും പരാജയമാണെങ്കിൽ പോലും പുള്ളിയുടെ ഒരു എക്സ്പീരിയൻസും പുള്ളിയുടെ ഒരു സ്റ്റാർഡവും വെച്ചിട്ട് പുള്ളിയെ മാറ്റാൻ ഒരു സാധ്യതയുമില്ല. പിന്നെ മറ്റൊരു ഇത് കേൾക്കുന്നത് വെച്ചാൽ കോഹ്ലിയുടെ സെക്കൻഡ് പൊസിഷനെ 1 ഡൗണിലേക്ക് പോയിട്ട് യശസ്വി ജയ്സ്വാൾ രോഹിത്തിനോട് ഓപ്പൺ ചെയ്യുമെന്നൊക്കെ പറയുന്നു. പക്ഷേ അതിന് സാധ്യത കുറവാണ്. ഒരുപക്ഷെ ഈ ഗ്രൂപ്പിലുള്ള ലാസ്റ്റ് മാച്ച് ഒരുപക്ഷെ ജയ്സ്വാളിന് ചാൻസ് കൊടുക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ ഒരു USA മാച്ച് ഒരുപക്ഷെ ക്രൂഷ്യൽ മാച്ചാണ്. അപ്പോൾ ഇന്ത്യ അങ്ങനെ ഒരു ചാൻസ് എടുക്കാൻ എനിക്ക് തോന്നുന്നില്ല. സ്ഥിരമായിട്ട് തന്നെ രോഹിത് ശർമ്മ പറഞ്ഞ പോലെ ഓപ്പണിംഗ് പൊസിഷൻ അതൊരു സ്ഥിരം തന്നെയാണ്. അതിന് ചേഞ്ചസ് ഉണ്ടാവില്ല എന്ന് രോഹിത് പറയുണ്ടായി. അതായത് രോഹിത്തും കോഹ്ലിയും തന്നെയായിരിക്കും ഓപ്പണിങ്. ഈവൻ അത് കോഹ്ലി 2 മാച്ച് പരാജയപ്പെട്ടെങ്കിൽ പോലും കോഹ്ലിയുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അത് തന്നെ തുടരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ശിവൻ ദുബെ മാറ്റിയിട്ട് ഒരുപക്ഷെ സഞ്ജുവിന് ചാൻസ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മളെല്ലാം ഈ സഞ്ജുവിൻ്റെ അരങ്ങേറ്റത്തിനായി വെയിറ്റ് ചെയ്യുന്നു, വേൾഡ് കപ്പിലേക്കുള്ള അരങ്ങേറ്റത്തിന് വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.